ഇതുവരെ വേടൻ പലയിടങ്ങളിൽ പ്രത്യേകിച്ച് കോഴിക്കോടും എറണാകുളത്തും ഫ്ളാറ്റുകളിലും ഹോട്ടലുകളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുകൂടിയാണ് ഈ യുവ ഡോക്ടർ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലത്തും ചെന്ന് കൊടുത്ത പെൺകുട്ടിയെടുത്താണ് എനിക്ക് സങ്കടം. ഒരാണും പെണ്ണും റിലേഷൻഷിപ്പിലാവുന്നു, അതിനുശേഷം കൺസെൻഷ്വൽ ആയിട്ടുള്ള സെക്സ് നടക്കുന്നു, അതിനുശേഷം ഇവർ പിരിയുന്നതിന് ശേഷം എന്തോ രീതിയിലുള്ള ഈഗോ ക്ലാഷുകൾ ഉണ്ടാവുന്നു. ഒരു പെണ്ണിന് ഇന്ത്യൻ നിയമം പ്രകാരമായിട്ട് എന്നെ കല്യാണ വാഗ്ദാനം നൽകി ഇത്രയും നാൾ പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു കേസ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഹൗസ് ദാറ്റ് ഫെയർ? സൊസൈറ്റിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഇക്വാളിറ്റി വേണമെങ്കിലും നിയമത്തിന്റെ ഇടയിൽ ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ട്രഡീഷണലായി തന്നെ വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു രീതി. ഈ ലിവിങ് ടുഗെദറും കമ്മിറ്റ്മെന്റുകളും ബെസ്റ്റികളുമുള്ള ഈ യുഗത്തിൽ എങ്ങനെയാണ് വിവാഹ വാഗ്ദാന പീഡനത്തിന് പ്രസക്തി അല്ലെങ്കിൽ വിവാഹ വാഗ്ദാന തട്ടിപ്പിന് പ്രസക്തി എന്നുള്ളത് ഇപ്പോഴും യാദൃശ്ചികം മാത്രം. സോ എന്റെ അഭിപ്രായത്തിൽ നിലവിൽ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരോ അല്ല ഇനി റിലേഷൻഷിപ്പിലോട്ട് കടക്കാനോ പോകുന്ന ആൾക്കാരോ എപ്പോഴും ഒരു 25 രൂപയുടെ മുദ്രപത്രം കയ്യിൽ പിടിക്കുക. കാരണം ഏത് കാലഘട്ടത്തിൽ മുതലാണ്, ഏത് കാലഘട്ടം വരെ ആയിരുന്നു നിങ്ങൾ കൺസെൻഷ്വലായിട്ട് സെക്സ് ഏർപ്പെടുന്നു എന്നുള്ളതിനൊരു റിട്ടൺ കൺസെന്റ് എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടുത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ്. സ്നേഹം പിറക്കട്ടെ, സ്നേഹം മാത്രം പിറക്കട്ടെ.